സ്പർശിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ തീർത്ഥയാത്ര ഞങ്ങൾ പോകുന്നത് അയോധ്യയിലാണ്. രാംലല്ലയെ കാണാനുള്ള വ്യഗ്രതയിലാണ് എല്ലാവരും. രാവിലെ 6 മണിയോടുകൂടി കല്യാൺ സ്റ്റേഷനിൽ ഞങ്ങൾ എത്തുകയും അവിടെ നിന്ന് 6:45 വണ്ടിയിൽ ഞങ്ങൾ കയറുകയും ചെയ്തു. ഏകദേശം പിറ്റേ ദിവസം 9 മണിയോടുകൂടി അയോധ്യയിലെത്തുകയും അവിടെ നിന്ന് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി പല സ്ഥലങ്ങളിലേക്ക് അയോധ്യയിൽ റൂമുകളെല്ലാം അറേഞ്ച് ചെയ്ത് തരുന്നു. ആ സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്രയായി. ജയ് ശ്രീരാം. ഇത് ഓർഗനൈസ് ചെയ്ത ശ്രീ KSV ISRനുള്ള പ്രത്യേക കടപ്പാട് ഞങ്ങൾ ഇതോടുകൂടി രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹം, വാത്സല്യം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ടാണ് ഇങ്ങനൊരു തീർത്ഥയാത്ര 210 പേരടങ്ങിയ ഒരു ഗ്രൂപ്പ് ചെയ്യാൻ സാധിച്ചത്. സ്റ്റേഷനിലെത്തിയതിന് ശേഷം പല പല ഗ്രൂപ്പുകളായി തരംതിരിച്ച് അവരവരുടെ വസതികളിലേക്ക് അദ്ദേഹം അയക്കാനുള്ള എല്ലാ ഏർപ്പാടും. റൂമിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 6 പേര് ഒരു റൂമില്, ഒരു റൂമല്ല, 2 റൂമാ. ഏകദേശം ഒരു 4 മണി കൂടി ഞങ്ങൾ അയോധ്യ രാംലല്ലയെ കാണാൻ ഞങ്ങൾ അവിടുത്തുള്ള ഉത്തർപ്രദേശിൽ തന്നെ ബസ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്, അത് കയറി ഞങ്ങൾ അയോധ്യയുടെ കവാടത്തിന് മുന്നിൽ ഞങ്ങളെത്തി. ഇനി ശേഷമുള്ള നിങ്ങൾക്ക് കാണാവുന്നതാണ്. ജയ് ശ്രീരാം. വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ഇതൊന്നും അവിടെ അലൗഡ് അല്ല. ആ കാരണത്താൽ ഞങ്ങൾക്ക് ഉള്ളിലത്തെ സീനുകളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിൽ ഖേദിക്കുന്നു. രാംലല്ലയുടെ ദർശനം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ മുഖ്യ കവാടത്തിനരികിലെത്തി. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്നും അതിന് തൊട്ട് ഒരു 5 മിനിറ്റ് ദൂരത്തിലുള്ള ഹനുമാൻ ഘറിലേക്ക് ഞങ്ങളെല്ലാവരും യാത്രയായി.
ഹനുമാൻഗഡിൽ തന്നെ ഉള്ളതാണ്. നരസിംഹമൂർത്തിയുടെ രൂപവും അതിനോട് ചേർന്ന് ലക്ഷ്മി ദേവിയും പിന്നെ ഹനുമാൻജിയുടെ പ്രതിമയും കൂടെ ഇതിന് കൂടെ ഉണ്ട്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സംസ്ഥാനമായ ഉത്തർപ്രദേശിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് സരയൂ. വേദങ്ങളിലും രാമായണത്തിലും ഈ നദിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഗാഗ്ര നദിയും കാളി നദിയും ഉത്തർപ്രദേശിലെ ബഹാഴ്ച ജില്ലയിൽ വെച്ച് സംഗമിച്ച് സരയൂ നദിയായി ഒഴുകുന്നു. പ്രസിദ്ധമായ അയോധ്യ നഗരിൽ സരയൂ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ നീളം ഏകദേശം 350 കിലോമീറ്ററാണ്. ഞങ്ങൾ സരയൂ നദിയിൽ കുളിക്കാൻ വേണ്ടി പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ അങ്ങോട്ട് ചെന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ കാണുന്നതും സരയൂ നദിയുടെ മറ്റൊരു ഭാഗമാണ്. അതായത് റോഡിന് ഈ വശത്തുള്ള കൂടുതൽ ഒഴുക്കില്ലാതെ കുളിക്കാനും മറ്റു സൗകര്യങ്ങളുമുള്ള വളരെയധികം കെട്ടിപ്പടുത്തുണ്ടാക്കിയൊരു സൗകര്യമാണിത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സരയൂ നദിയാണ്. അതിൽ ബോട്ടിലൂടെ യാത്ര ചെയ്യുന്ന നമ്മുടെ ഗുരുവിൻ്റെ പത്നി, അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള ആൾക്കാർ, അതായത് അവർ 2 ദിവസം മുന്നേ വന്നിരുന്നു. അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. വളരെയധികം കുത്തൊഴുക്കുള്ള ഒരു നദിയാണ് സരയൂ നദി. വളരെ എക്സൈറ്റിംഗ് ഉണ്ടാക്കുന്ന ഒരു യാത്രയായിരുന്നു അത്. ഗുരുജിയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം അത് വളരെയധികം എൻജോയ് ചെയ്യുന്നതായി നമുക്ക് കാണാം. ഹനുമാൻജിയുടെ വളരെയധികം ഉയരമുള്ള ഒരു പ്രതിമയും നമുക്ക് കാണാനുണ്ട്. സരയൂ നദിയിലെ കുളി കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെല്ലാവരും ഞങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഉള്ള റോഡിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ രാജപ്രൗഢിയെ എത്രയോ കാലങ്ങളായി വിളിച്ചോതുന്ന അയോധ്യ ശിലാസ്ഥാപനത്തിന് ശേഷം ഉണ്ടാക്കിയ ഈ കാണുന്നത് നമുക്കാണ്. പഴയകാല രാജപ്രൗഢിയെ വിളിച്ചോതുന്ന, അത് കാണിച്ചു തരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്നത്. 2 സൈഡിലും വളരെയധികം കമാനങ്ങളോട് കൂടിയ സ്തംഭങ്ങൾ കാണാം. അതുപോലെ വീണ ഒരു പ്രത്യേക തരത്തിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. അതെല്ലാം വളരെ കണ്ണിന് ഇമ്പം കൊള്ളുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ നിന്നും ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലും ശ്രീരാംജിയുടെ കഥയിലെ പല സീനുകളും നമുക്ക് അവിടെ പെയിൻറ്റിംഗ് രൂപത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ ഒരു വശമാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ പ്രയാഗരാജിലെത്തി. അവിടെയുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ജനങ്ങൾ ഈ സ്ഥലത്ത് വന്നുകൂടിയിട്ടുണ്ട്. അതായത് ഇതൊരു പ്രത്യേക സ്ഥലമാണ്. 3 നദികൾ കൂടുന്ന ഒരു സംഗമ സ്ഥാനമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അവിടെ എന്തെല്ലാം നടക്കുന്നത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ഗംഗ,
യമുന, ഐതിഹാസികമായ സരസ്വതി നദി എന്നിവയുടെ സംഗമസ്ഥാനമാണ് ത്രിവേണി സംഗമം. ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്നത് പ്രയാഗ്രാജ്. സംഗമത്തിന് സമീപമുള്ള പ്രയാഗ്രാജ് പ്രദേശം ഇക്കാരണത്താൽ സംഗമസ്ഥാനം ചിലപ്പോൾ പ്രയാഗ് എന്നും അറിയപ്പെടുന്നു. ത്രിവേണി സംഗമത്തിൽ ഗംഗയെയും യമുനയെയും അവയുടെ വ്യത്യസ്ത നിറങ്ങളാൽ തിരിച്ചറിയാൻ കഴിയും. ഗംഗയിലെ വെള്ളം വ്യക്തമാണ്, യമുനയുടെ പച്ച നിറമാണ്. മൂന്നാമത്തെ നദി പുരാണത്തിലെ സരസ്വതി അദൃശ്യം എന്നാണ് അറിയപ്പെടുന്നത്. श्रीराम जय राम जय जय राम, 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 श्रीराम जय राम श्रीराम जय राम जय जय राम, 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 श्रीराम जय राम जय जय राम. ഇതാണ് ത്രിവേണി സംഗമം. ഇവിടെയാണ് ജനങ്ങൾ അവരുടെ പാപങ്ങൾ, മുജ്ജന്മ പാപങ്ങളെല്ലാം കഴുകാൻ വേണ്ടി കുളിക്കുന്ന വളരെ പുണ്യസ്ഥലമായ ത്രിവേണി സംഗമം. ചങ്ങാടം പോലെ കെട്ടിയുണ്ടാക്കി അതിലേക്ക്, അതായത് 4 സൈഡിലും അവരുടെ ചെറിയ ചെറിയ ബോട്ടും തോണി പോലെ ഉണ്ട്. അതിനിടയിൽ മുള വെച്ച് കെട്ടിയിട്ടാണ് അവർ ആൾക്കാർ കീഴോട്ട് ഇറക്കുന്നത്. അവിടെ ഒരാൾ മുങ്ങി മുന്നോട്ട് കയറി പോകാം. അതിനുള്ള സഹായമെല്ലാം അവിടുത്തെ ആൾക്കാർ തന്നെ ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് 30 രൂപ വെച്ചിട്ടാണ് അവർ ഗംഗാ സ്നാനം ചെയ്യുന്നത്. ത്രിവേണി സംഗമത്തിൽ കുളിക്കാൻ വേണ്ടി അവർ വാങ്ങിക്കുന്നത്. വൈകിട്ട് ഏകദേശം 6:30 ഞങ്ങൾ പ്രയാഗ്രാജിൽ നിന്നും തിരിച്ചു. അതായത് കാശി മഹാദേവനെ കാണാനുള്ള, കാശി വിശ്വനാഥനെ കാണാനുള്ള വ്യഗ്രതയോടെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. ആ സമയത്ത് 6:30 സൂര്യാസ്തമനമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കാശിയിലും വീഡിയോ ഷൂട്ടിംഗ് അനുവദനീയമല്ല, അതുകൊണ്ട് അവിടുത്തെയും ഫൂട്ടേജ് കൂടുതലും കിട്ടിയില്ല. പക്ഷേ കാശി വിശ്വനാഥൻ്റെ അമ്പലത്തിന് കുറച്ച് അകന്ന് വേറൊരു അമ്പലമുണ്ട്. കാലഭൈരവൻ്റെ അമ്പലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഫൂട്ടേജാണ് കൊണ്ട് വളരെ തിരക്കും അതുപോലെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തോടുകൂടിയാണ് ഞങ്ങളവിടെ എത്തിയത്.
കാശിയിലെ മറ്റ് വിശേഷങ്ങളുമായി വീണ്ടും നിങ്ങളെ മുന്നിലെത്തുന്നു. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.